2025-26 ബജറ്റ് എന്തൊക്കെ പ്രതീക്ഷകളാണ് ജനത്തിന് മുൻപിൽ വയ്ക്കുന്നത്? GDP എന്ന് വെച്ചാൽ ആഭ്യന്തര മൊത്ത വരുമാനം. എത്രയാണ് ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GDP? 3,56,97,923 കോടി. രണ്ടിടത്ത് തുടക്കത്തിലും കോടിയുണ്ട്, അവസാനത്തിലും കോടിയുണ്ട്. എന്ന് വെച്ചാൽ 3,56,97,923 കോടി. 3 കോടിയിൽ മുകളിലാണ്. 3.5 ലക്ഷത്തിലും കോടി. 3,56,00,000 എന്ന് പറയുമ്പോൾ 3.5 കോടിയിലും മുകളിലാണ് നമ്മുടെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന GDP അഥവാ ആഭ്യന്തര മൊത്ത വരുമാനം. എന്താ ഈ ആഭ്യന്തര മൊത്ത വരുമാനം എന്ന് പറയുന്നത്? ഇതൊരു ക്ലാസ് ഒന്നും അല്ല കേട്ടോ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയാത്തവരുണ്ടെങ്കിൽ അവരറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. അതായത് നമ്മുടെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഫോറസ്ട്രി, മൈനിങ്, ക്വാറിയിങ്, ഫിഷറി, ഡയറിയിങ് ഇതൊക്കെ വരും കേട്ടോ, കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാർഷിക മേഖലയുടെ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ മണി വാല്യൂ, അതായത് മണി രൂപത്തിൽ എത്ര രൂപയുടെ ഉൽപ്പാദനം ഈ പറയപ്പെട്ട എല്ലാ മേഖലകളും കൂടി ചേർന്ന കാർഷിക മേഖലയിൽ നിന്നുണ്ടായി, അത് പ്ലസ് വ്യാവസായിക മേഖല എന്ന് പറയുമ്പോൾ നാമമാത്ര ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തൊട്ട് വൻകിട വ്യവസായങ്ങൾ വരെയുള്ള മുഴുവനുമാണ് എടുക്കുന്നത്. അവിടുത്തെ ഉൽപാദന മൂല്യം പ്ലസ് സേവന മേഖല എന്ന് പറയുമ്പോൾ വ്യാപാരം, അതുപോലെ തന്നെ വ്യാപാരം എന്ന് പറയുമ്പോൾ ഏത് തരം വ്യാപാരവും, അത് റെസ്റ്റോറൻറ്റ്സ് ആകട്ടെ, ഹോട്ടൽസ് ആകട്ടെ, അങ്ങനെയുള്ള എല്ലാ തരം സേവനങ്ങളും. ടൂറിസം ഒരു സേവന വ്യവസായമാണ്, IT-യും സേവന വ്യവസായമാണ്. അത് രണ്ടിലും പെടുത്താൻ വേണമെങ്കിൽ ടൂറിസവും IT. ടൂറിസത്തെ തന്നെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് കേരളം 1980-കളിൽ തന്നെ ഡിക്ലെയർ ചെയ്തതാണ്. പക്ഷേ സാധാരണ രീതിയിൽ സേവന മേഖലയിലാണ് ടൂറിസവും IT ഇൻഡസ്ട്രിയും ഒക്കെ ചേർക്കാവുന്നത്. അതിൽ വകഭേദങ്ങൾ കണ്ടേക്കാം. ഏതായാലും സേവന മേഖല, വ്യവസായ മേഖല, കാർഷിക മേഖല, ഈ 3 മേഖലയിലും കൂടി ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ, അതിനെ കൂട്ടിച്ചേർക്കുന്നതാണ് GDP അഥവാ ആഭ്യന്തര മൊത്ത വരുമാനം എന്ന് പറയുന്നത്. ആ ആഭ്യന്തര മൊത്ത വരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3,56,97,923 കോടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അത്രയും GDP വളർച്ച. ഈ GDP വളർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച GDP വളർച്ചയേക്കാൾ 10.1% കൂടുതലാണെന്നാണ് ബജറ്റ് ഡോക്യുമെൻ്റ് ഇപ്പോൾ ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിച്ചത്. ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ്. നിങ്ങൾക്ക് ആർക്കും ആ ഡോക്യുമെൻ്റ് കിട്ടും. ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ പറയാം. www.nic.in യൂണിയൻ ബജറ്റ് 2025-26 എന്ന് വെബ്സൈറ്റിൽ കയറി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക്, എന്നിട്ട് ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നും കൂടി അടിച്ചു കൊടുക്കണം കേട്ടോ. ബജറ്റ് അറ്റ് എ ഗ്ലാൻസ്, ബജറ്റ് ഒറ്റ നോട്ടത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പോൾ എന്തിനായി NIC.in കയറുന്നത്? നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ, അതിൻ്റെ ഫുൾ ഫോമാണ് NIC. അപ്പോൾ NIC ആണ്, നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്ററാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഒക്കെ ഒഫീഷ്യൽ ഡേറ്റ കൃത്യമായി നൽകുന്നത്. അപ്പോൾ NIC.in കയറി www.nic.in യൂണിയൻ ബജറ്റ് 2025-26 ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഡേറ്റ 100% ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്ന ഡേറ്റയാണ്. അതുകൊണ്ട് നമുക്കത് 100% വിശ്വസിക്കാം. അങ്ങനെ ആ ഡേറ്റ വെച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ കണക്ക്. ഇനി ഈ ബജറ്റിൻ്റെ മൊത്തം ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് നോക്കാം. 50,65,345 കോടി. 50,65,345 കോടിയാണ് ബജറ്റ് കാണിക്കുന്ന മൊത്തം വരുമാനം, മൊത്തം റവന്യൂ. അതുപോലെ മൊത്തം ചെലവ് എത്രയാണ്? മൊത്തം ചെലവും 50,65,345 കോടി. എന്ന് വെച്ചാൽ എന്താണ്? മൊത്തം വരുമാനവും മൊത്തം ചെലവും ഒന്ന് തന്നെ ആയിരിക്കും. അതിനെയാണ് ബജറ്റിൻ്റെ സൈസ്. എന്താണ് ബജറ്റിൻ്റെ സൈസ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ
ഈ മൊത്തം വരുമാനം അഥവാ മൊത്തം ചെലവ്, കാരണം രണ്ടും ഒന്നാണ്. മൊത്തം വരുമാനമല്ലേ ചെലവാക്കാൻ ഒക്കുകയുള്ളൂ. അപ്പൊ പിന്നെ കടം കൊള്ളുന്നതോ, ഈ കടം കൊള്ളലും മൊത്തം വരുമാനത്തിനകത്തും മൊത്തം ചെലവിനകത്തും ഉൾപ്പെട്ടിരിക്കും. അത് ഉൾപ്പെടുത്തുന്നത് എങ്ങനെ എന്നൊക്കെയുള്ളത് ബഡ്ജറ്റ് ഡോക്യുമെന്റ് ഡീറ്റെയിൽസിലേക്ക് പോയി പഠിക്കുന്നവർക്ക് ഈസിയാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇനി അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ്, അതായത് വരുമാന കമ്മി, അതിനെയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. എന്താണ് വരുമാന കമ്മി? ഇത് സംസ്ഥാന ബജറ്റ് ആണെങ്കിലും കേന്ദ്ര ബജറ്റ് ആണെങ്കിലും വരുമാന കമ്മി എന്ന് പറഞ്ഞാൽ സമാഹരിച്ച മൊത്തം വരുമാനം മൊത്തം ചെലവിനേക്കാൾ കുറവായിരിക്കുക. സമാഹരിച്ച മൊത്തം വരുമാനം മൊത്തം ചെലവിനേക്കാൾ കുറവായിരിക്കുക. അവിടെയാണ് കമ്മി ബജറ്റ് അഥവാ റവന്യൂ കമ്മി എന്ന് പറയുന്നത്. ഇനി അതുകൊണ്ട് തീരുന്നില്ല, റവന്യൂ കമ്മി കൊണ്ട് തീരുന്നില്ല. ധനക്കമ്മി എന്നൊരു കമ്മിയുണ്ട്. അതായത് മൊത്തം വരുമാനം മൊത്തം ചെലവിനേക്കാൾ കുറവായിരിക്കുക. അതായത് ബജറ്റിൽ കാണിച്ചിരിക്കുന്ന മൊത്തം റവന്യൂ നമ്മൾ പറഞ്ഞല്ലോ 50,65,345 കോടിയാണ് മൊത്തം വരുമാനം. അതാണ് മൊത്തം ചെലവും ബജറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ മൊത്തം ചെലവ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ മൊത്തം അതിനനുസരിച്ച് റവന്യൂ മൊബിലൈസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കടം മേടിക്കേണ്ടി വരും. അതിനെയാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ധനക്കമ്മി. അതിവിടെ എത്രയുണ്ട്? റവന്യൂ കമ്മി എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. റവന്യൂ കമ്മി 1.5 ആണ് റവന്യൂ കമ്മിയായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 1.9% ആയിരുന്നു. GDP ആണ് ഈ പറയുന്നത്. റവന്യൂ കമ്മി കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 1.9% ആയിരുന്നു. ഈ വർഷത്തെ ബജറ്റിൽ അത് 1.5 ആക്കി. അതായത് 0.5 റിഡക്ഷൻ റവന്യൂ കമ്മിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം ഈ റവന്യൂ കമ്മിയിൽ അത്രയും മാറ്റം വരുത്തി. ഇനി വേറൊരു കമ്മിയും കൂടി ഉണ്ട്, ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? അതായത് സത്യം പറഞ്ഞാൽ അതൊരു ജിമ്മിക്സാണ്. പക്ഷേ എങ്കിലും എന്താണെന്ന് പറയാം ആദ്യം, അത് കഴിഞ്ഞിട്ട് എങ്ങനെ അത് ജിമ്മിക്സ് ആകും എന്ന് പറയാം. അതായത് ഈ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സംസ്ഥാനങ്ങൾക്കും മറ്റും വേണ്ടി കൊടുക്കുന്ന സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി, അതായത് സ്കൂൾ എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടർ, ഇതാണ് സോഷ്യൽ സെക്ടറിന്റെ പ്രധാനപ്പെട്ട ഐറ്റംസ്. ഈ രണ്ട് മേഖലയിലേക്കും വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ചെലവിനെ സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ അത് റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ 1.5 ആണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന്. ആ റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഈ ചെലവ്, അതായത് സാമൂഹ്യ മേഖലയ്ക്ക് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ രണ്ട് മേഖലയ്ക്കുമായി കൊടുത്തിരിക്കുന്ന ചെലവുകൾ ഈ പറയപ്പെട്ട റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്നു. അങ്ങനെ വെട്ടിക്കുറച്ച് ബാക്കി കിട്ടുന്നതാണ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. അപ്പൊ റവന്യൂ ചെലവിന്റെ ഭാഗം എന്ന മട്ടിലാണ് ഈ പറയപ്പെട്ട സ്കൂൾ മേഖലയ്ക്ക്, എഡ്യൂക്കേഷൻ മേഖലയ്ക്കും ഹെൽത്ത് മേഖലയ്ക്കും വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം, അവിടെ ശമ്പളവും പെൻഷനും കൊടുക്കാനല്ല, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന റവന്യൂ, അങ്ങനെ കൊടുക്കുന്ന വരുമാനം. അത് പണ്ടൊക്കെ ആണെങ്കിൽ ധനക്കമ്മിയിൽ തന്നെയാണ് പെടുത്തിയിരുന്നത്, ധനച്ചെലവിൻ്റെ കൂടെയാണ്. ഇപ്പോഴും അത് ധനച്ചെലവ് തന്നെയാണ്. പക്ഷേ അതിനെ ആരോഗ്യത്തിനും എഡ്യൂക്കേഷനും വേണ്ടി ആയതുകൊണ്ട് അതിനെ കുറച്ചും കൂടി മൃദു സമീപനത്തോടുകൂടി റവന്യൂ ചെലവ് എന്ന രീതിയിലേക്ക് ഉൾപ്പെടുത്തി ആ ചെലവിനെ വെട്ടിക്കുറച്ച് കിട്ടുന്ന റവന്യൂ കമ്മിയാണ് ഇഫക്റ്റീവ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര ബജറ്റിൽ നിന്ന് ഹെൽത്ത്, വിദ്യാഭ്യാസം, ഈ രണ്ട് മേഖലയ്ക്ക് വേണ്ടി എന്ത് കൊടുത്തിരിക്കുന്നുവോ അത് വെട്ടിച്ചുരുക്കുക റവന്യൂ കമ്മിയിൽ നിന്ന്. ബാക്കി കിട്ടുന്ന റവന്യൂ കമ്മിയാണ് ഇഫക്റ്റീവ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജിമ്മിക്സ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതൊരു ജിമ്മിക്സ് ആണെന്ന്, കളിക്കാനൊരു കാരണമുണ്ട്. FRBM ആക്ട്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്, ഈ ആക്ട് 2003 പാസ്സാക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അടുത്ത 5 വർഷം കൊണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണമെന്ന്. പക്ഷേ 2003 മുതൽ 2025 വരെയായിട്ട്
കേന്ദ്രത്തിനും പറ്റിയിട്ടില്ല, സംസ്ഥാനങ്ങൾക്കും പറ്റിയിട്ടില്ല. എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ സോഷ്യൽ സെക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന ചെലവിനെ റവന്യൂ ചെലവിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അതിൽ നിന്ന് കുറച്ച് ബാക്കി കിട്ടുന്നത്, അത് റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് കുറച്ച് ബാക്കി കിട്ടുന്നത് മാത്രം ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ആക്കുക. അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈസ് കുറയും. അത്ര എളുപ്പമല്ല ഈ ഇങ്ങനെ പറയുന്നത്. ആകെപ്പാടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. എങ്കിലും ഒന്ന് നോക്കാം. റവന്യൂ ഡെഫിസിറ്റ് 1.5% GDP-യുടെ. പക്ഷേ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എത്രയാണെന്ന് നോക്ക്, 0.3%. അങ്ങ് സീറോയിലേക്ക് എത്തിക്കാറായിരിക്കുന്നു എന്നർത്ഥം. ഒരു പക്ഷേ നിർമ്മലാ സീതാരാമൻ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു ബജറ്റിൽ വെച്ച് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0. അപ്പോൾ ആ FRBM ആക്ട് നടപ്പിലാക്കി എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു മൂവ് അതാണ് നടത്തിക്കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് കുറഞ്ഞു വരാൻ വേണ്ടി ചെലവുകൾ ചുരുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ചെലവ് ചുരുക്കുന്നത്, അത് ആരോഗ്യകരമായ ചെലവ് ചുരുക്കലാണോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാൻ കഴിയും. ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് അങ്ങനെ 0.3% ആക്കി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി 0.3% കൂടി കുറച്ചാൽ അടുത്ത ഒരു 2-3 ബജറ്റ് ഇനി ഉണ്ടല്ലോ, 4 ബജറ്റ്, പിന്നെ ഇപ്പോഴത്തെ 3ാമത്തെ BJP ഗവൺമെന്റിന് ആ 4ാമത്തെ ബജറ്റൊക്കെ ആകുമ്പോഴത്തേനും മിക്കവാറും ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് 0 എന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നേക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ സംസ്ഥാന തലത്തിലെ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് വെച്ച് ഇപ്പോൾ കളിക്കുന്നില്ല. കേന്ദ്ര ബജറ്റിൽ മാത്രമാണ് ഇപ്പോൾ ഇതുവരെ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ്. 2010 ശേഷമാണ് ആ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അങ്ങനെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രയാണ്? കഴിഞ്ഞ ബജറ്റിൽ GDP-യുടെ 4.8% ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അത് കുറച്ചു കൊണ്ടുവന്ന് 4.4% ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണ്? അതായത് FRBM ആക്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നത്, മാൻഡേറ്റ് ചെയ്യുന്നത് റവന്യൂ ഡെഫിസിറ്റ് 5 വർഷം കൊണ്ട് ഇല്ലാതെയാക്കണമെന്നും ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDP-യുടെ 3% നിജപ്പെടുത്തണമെന്നാണ്. 3%-ന് മുകളിൽ പോകാൻ പാടില്ലെന്നുമാണ്. ആ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി, അതിനെയാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ ബജറ്റിൽ 4.8 അതിപ്പോൾ 4.4% നിജപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അത് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഈ 3% നിൽക്കേണ്ടതാണ്, 3.5% ആക്കാൻ സമ്മതിക്കണം, 4% ആക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. അപ്പൊ നോക്ക്, ഇവിടെ 4.4% കേന്ദ്രവും 3% നിർത്തേണ്ടതാണ്. അപ്പൊ കേന്ദ്രത്തിന് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി 4.4 എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീ ബാലഗോപാൽ ആവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് 3.5% വരെ കടമെടുക്കാൻ അനുവാദം തരണം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്ക് ഉണ്ടല്ലേ. ആ ലോജിക്ക് വെച്ചാണ് തീർച്ചയായിട്ടും അദ്ദേഹം അത് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മൾ കേന്ദ്രത്തിന്റെ കടത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഈ 28 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും എടുക്കുന്ന കടത്തിന്റെ ഭാരം, അതായത് അവർക്ക് അതത് സംസ്ഥാനങ്ങൾക്ക് വഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഭാരം കൂടി പേറേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ. അതുകൊണ്ടാണ് അതായത് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഈ 3% എന്നത് കടന്നു പോകുന്നത് ആ ഒറ്റ കാര്യം കൊണ്ട്, ആ ഓവർ ബേർഡൻ കൊണ്ടാണ്. അത് മറക്കാതെ വേണം സംസ്ഥാന ഗവൺമെന്റുകൾ അവനവന്റെ ആവശ്യം ഊതിപ്പെരുപ്പിച്ച് കാണിക്കാനായിട്ട്. അപ്പൊ 3%-ലധികം കടം എടുക്കണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് ശാഠ്യം പിടിച്ചിട്ടും സുപ്രീം കോടതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ അതിന് അംഗീകാരം കൊടുക്കാൻ മടിക്കുന്നത് ചില കാലഘട്ടങ്ങളിൽ കൊടുക്കാറുണ്ട്. കാരണം കോവിഡ് കാലത്ത് 4 തരം പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ 0.5% വീതം ഓരോന്നിനും കൂടുതൽ കടമെടുക്കാനായിട്ട് അനുവദിച്ചിരുന്നു. ആ കൂട്ടത്തിലുള്ളതാണ് നമ്മുടെ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണം. അത് പക്ഷേ കോവിഡ് കഴിഞ്ഞ് 5 വർഷമൊക്കെ ആയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്മാർട്ട് മീറ്റർ ഇപ്പോഴും സ്വപ്ന മീറ്ററായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള
ഒരു ഘട്ടത്തിലാണ് നാം ഓർക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന ചോദ്യത്തിൽ ഒരു ഉത്തരമുണ്ട്. കേന്ദ്രം എല്ലാവരുടെയും കടം പേറേണ്ടതാണ്. അൾട്ടിമേറ്റ്ലി ബെയിൽ ഔട്ട് ചെയ്യേണ്ടി വന്നാൽ ഒരു സംസ്ഥാനം കടക്കണിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 5 സംസ്ഥാനങ്ങൾ ഒന്നിച്ച് കടക്കണിയിലേക്ക് പോകുന്നു. ഇവിടെ അങ്ങനെയുണ്ട്. അതായത് പഞ്ചാബ്, അതുപോലെ വെസ്റ്റ് ബംഗാള്, കേരള, ഈ സംസ്ഥാനങ്ങളൊക്കെ വലിയ കടത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കടങ്ങളെല്ലാം കൂടി കടക്കണിയിലേക്ക് പോവുകയാണെങ്കിലും അവരെ ബെയിൽ ഔട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ അടിയന്തര ആവശ്യങ്ങളിൽ കടമെടുക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി 3% നിജപ്പെടുത്തണമെന്ന് നിയമമുണ്ടാക്കിയ കേന്ദ്ര ഗവൺമെന്റ് തന്നെ 4.4% ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഇനി വരുന്ന 4 വർഷം കൊണ്ട് ഒരുപക്ഷെ നിർമ്മല സീതാരാമൻ പരിശ്രമിക്കുകയാണെങ്കിൽ 3% എത്തിച്ചേക്കാം. അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ധനക്കമ്മി, റവന്യൂ കമ്മി ഒക്കെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല ട്രെൻഡ് നമ്മൾ ഈ ബജറ്റിൽ കാണുന്നു. പക്ഷെ ഈ കമ്മികളൊക്കെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അത് ചെലവുകളെ എങ്ങനെ ബാധിക്കും? പരമപ്രധാന മേഖലകൾക്കൊക്കെ കിട്ടേണ്ട കരുതൽ കിട്ടുന്നുണ്ടോ? കിട്ടേണ്ടുന്ന വകയിരുത്തൽ, ബജറ്ററി പ്രൊവിഷൻ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കി അത് ഉണ്ട്, എന്നിട്ടും ഇത് ഈ റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും കുറച്ച് കൊണ്ടുവരുന്നു എന്ന് കണ്ടാൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ, അതായത് അത്യന്താപേക്ഷിതമായി കൊടുക്കേണ്ട മേഖലകൾക്ക് വേണ്ടത്ര കൊടുക്കാതെ റവന്യൂ ഡെഫിസിറ്റും ഫിസ്ക്കൽ ഡെഫിസിറ്റും കുറച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അത്ര നല്ലൊരു ബജറ്ററി പോളിസി ആയിട്ട് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്ന് നോക്കാം. അതായത് ആദ്യമായിട്ട് നോക്കുന്ന കാർഷിക മേഖലയുടെ പ്രത്യേകത എന്താണ്? 48.8% ഇന്ത്യക്കാരും ഇപ്പോഴും നേരിട്ട് ജീവിക്കുന്നത് തന്നെ കാർഷിക മേഖലയെ ആശ്രയിച്ചാണ്. ഏകദേശം 50% അതിലധികമോ തൊഴിലുകൾ നേരിട്ട് നൽകുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയാണ് വ്യാവസായിക മേഖലയ്ക്കുള്ള റോ മെറ്റീരിയൽസ് ഒട്ടുമിക്കതും കൊടുക്കുന്നത്. എല്ലാ റോ മെറ്റീരിയൽസും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാർഷിക മേഖലയിൽ തന്നെയാണ് ഒട്ടുമിക്ക റോ മെറ്റീരിയൽസും വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയുള്ളത്. അപ്പൊ അവരങ്ങനെ കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നവർ തന്നെയാണ് വ്യാവസായിക മേഖല മെച്ചപ്പെട്ടു വന്നാൽ അവിടെ മെച്ചപ്പെട്ട തൊഴിൽ തേടി പോകാം എന്ന് ആഗ്രഹിക്കുന്നതും. എന്ന് വെച്ചാൽ കാർഷിക മേഖല ആഹാരം കൊടുക്കുന്നു ആ രാഷ്ട്രത്തിന് മുഴുവനും. അതുപോലെ വ്യാവസായിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ കൊടുക്കുന്നു. അതുപോലെ പോപ്പുലേഷനെ തീറ്റിപ്പോറ്റി ആരോഗ്യമുള്ള ഒരു ജനതയാക്കി ആ ജനതയെയും മറ്റ് മേഖലകളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ വളരെ അത്യാവശ്യമായ കരുത്തുറ്റ ഒരു മേഖലയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ കരുത്തുറ്റ മേഖലയ്ക്ക് എന്ത് ഈ ബജറ്റിൽ കൊടുത്തിരിക്കുന്നു, GDPയുടെ എത്ര ശതമാനം കൊടുത്തിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആ മേഖലയ്ക്ക് GDPയുടെ 0.48% ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കണേ, 48.8% ജീവനോപാധി കണ്ടെത്തുന്ന, എന്ന് വെച്ചാൽ തൊഴിൽ കണ്ടെത്തുന്ന മേഖല. ഇന്ത്യയിലെ ആകെ തൊഴിലിന്റെ 49% പ്രദാനം ചെയ്യുന്ന മേഖല. അത്രയും അധികം ജനങ്ങൾ വ്യാപരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു മേഖല. ആ മേഖലയ്ക്കാണ് 0.48% ഓഫ് GDP കൊടുത്തിരിക്കുന്നത്. അത് വലിയ അപകടകരമായ അവസ്ഥയല്ലേ? ഇന്ത്യയെ അത് എങ്ങോട്ട് നയിക്കും? അത് ഓർക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ഏകദേശം ഒരു സ്റ്റാഗ്നേഷൻ പോലെയാണ് ഫുഡ് ഗ്രെയിൻസ് പ്രൊഡക്ഷൻ. പക്ഷെ എവിടെ നിന്ന് തുടങ്ങി എന്ന് ഓർക്കണം. 1950 50.8 ദശലക്ഷം ടണ്ണായിരുന്നു ഇന്ത്യയുടെ ഭക്ഷ്യോൽപാദനം. അതായത് അരി, ഗോതമ്പ് അങ്ങനെയുള്ള ഭക്ഷ്യ ധാന്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നതാണ് 50.8 ദശലക്ഷം ടൺ. ആ 50.8 ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിച്ചിരുന്ന കാലത്ത് ഒന്നിടവിട്ട വർഷങ്ങളിലെങ്കിലും പട്ടിണി മൂലം മരണവും ഒക്കെ ധാരാളമായിട്ട് നടന്നിരുന്ന ഇന്ത്യയെ 1965, 66, 66, 67 അടുപ്പിച്ച് 2 വർഷം വരൾച്ചയും വലിയ കൊടും കൃഷിനാശവും ഉണ്ടായി. അങ്ങനെ പട്ടിണിയിലേക്ക് പോയ സമയത്താണ് ഇന്ദിരാഗാന്ധി അമേരിക്കയോട് ഞങ്ങൾക്ക് PL 480, അതായത് പബ്ലിക് ലോ 480 അനുസരിച്ച് അമേരിക്ക തന്നുകൊണ്ടിരിക്കുന്ന
ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന, വില മേടിച്ചല്ല, ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ധാന്യങ്ങൾ, അതുപോലെ എന്താ പറയുക, നമ്മൾ പാൽപ്പൊടി, ഇങ്ങനെ മൈദ, ഇങ്ങനെയുള്ള മെയ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ തരണമെന്നാവശ്യപ്പെടുന്നു. അപ്പോൾ അന്നത്തെ ലിൻഡൻ ബി ജോൺസൺ പ്രസിഡന്റ് പറഞ്ഞു, ഇനി തരണത് ഫ്രീ ആയിട്ട് തരാൻ ഒക്കില്ല, നിങ്ങൾ വില തരണം, ആ വിലക്കനുസരിച്ച് വീണ്ടും തരാം, പക്ഷേ യു ഗോ ഫോർ ഗ്രീൻ റവല്യൂഷൻ. നിങ്ങൾക്ക് എന്നും ഇങ്ങനെ കൈക്കുമ്പിൾ നീട്ടിയിരിക്കാൻ ഒക്കുമോ ലോകത്തിന്റെ മുൻപിൽ? നിങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയല്ലേ, നിങ്ങൾ ഒരു കാർഷിക വിപ്ലവത്തിലേക്ക് പോകാൻ പറഞ്ഞ് അന്ന് ലിൻഡൻ ബി ജോൺസൺ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സും മറ്റതുപോലുള്ള സഹായങ്ങളും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ MS സ്വാമിനാഥന്റെ മേൽനോട്ടത്തിൽ നമ്മൾ കാർഷിക വിപ്ലവത്തിലേക്ക് പോവുകയായിരുന്നു. 1966-67 കാലത്ത് ബീജാവാപം ചെയ്ത ഹരിത വിപ്ലവം, ആ ഹരിത വിപ്ലവം നമ്മളെ കൊണ്ടെത്തിച്ചത് ഭക്ഷ്യസുരക്ഷയിലേക്കും ഭക്ഷ്യ കയറ്റുമതിയിലേക്കുമാണ് എന്നോർക്കണം. ആ ഭക്ഷണം അതായത് 50.8 ദശലക്ഷം ടണ്ണായി ഉൽപ്പാദിപ്പിച്ചിരുന്ന 1950 ഭക്ഷ്യ ഉൽപാദനം ഇപ്പൊ എത്രയാണ്? 2023-24 ഉൽപാദനം 332.3 മില്യൺ മെട്രിക് ടൺസ് ആണെന്ന് ഓർക്കണം. 332.3 മില്യൺ മെട്രിക് ടൺ. ഇത് 2023 ഇത് തന്നെയായിരുന്നു ഉൽപാദനം, 2024 ഇത് തന്നെയാണ് ഉൽപാദനം. എന്ന് വെച്ചാൽ 23 കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ 24 കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കാർഷികമായി ഒരു തരം പ്രതിസന്ധിക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് അതിനാക്കം കൂട്ടിക്കൊണ്ടാണ് ഈ ബജറ്റ് അലോക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖണ്ഡിക്കാൻ കഴിയുമോ? അതായത് 2023 33 ദശലക്ഷം ടണ്ണായിരുന്നു, അത് ഇപ്പോൾ 34 33 ദശലക്ഷം 32.3 ദശലക്ഷം ടണ്ണായിട്ട്, അതായത് സ്വല്പം കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അത് ഭക്ഷ്യോൽപാദനമാണ്, മറ്റു കാർഷിക മേഖലയുടെ ഇത് അതിനകത്ത് വരുന്നില്ല, ഭക്ഷ്യോൽപാദനം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭക്ഷ്യോൽപാദനം ഉയരാത്തത് വീണ്ടും 2023 ശേഷം? അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനത്തിന്റെ കാര്യം നോക്കിയിട്ട് കാർഷിക മേഖലയുടെ മറ്റു പ്രശ്നങ്ങൾ നമ്മൾക്ക് നോക്കാം. ഉദാഹരണം, എന്തുകൊണ്ട് കാർഷിക ഉൽപാദനം വർദ്ധിക്കുന്നില്ല? കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കണേ, ഇപ്പൊ നമ്മൾ ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവയ്ക്ക് അനിവാര്യമായി വേണ്ട ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വേണം, അതുപോലെ തന്നെ വെള്ളം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ജലം വേണം. അതാണ് ഇപ്പം നമ്മൾ പറയുന്ന ഇലപ്പുള്ളിയിൽ ബ്രൂവറി വന്നാൽ ഇഷ്ടം പോലെ വെള്ളം ഊറ്റിയെടുക്കുന്നു. അവിടെ തന്നെ ഞാൻ ഡേറ്റ കളക്ഷന് പോയിട്ടുള്ളതാണ്. കർഷകരുടെ ഇടയിൽ പ്ലാച്ചിമടയല്ല, പെരുമാട്ടി, ഇലപ്പുള്ളി പഞ്ചായത്തുകളിലൊക്കെ. അപ്പോൾ അന്ന് തന്നെ, അതായത് 1996 ഞാൻ PhD ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ അവിടെ വെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാം കൃഷി ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ഉൽപാദനക്ഷമത കുറയുന്നു എന്ന് കർഷകർ സങ്കടത്തോടെ പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അപ്പൊ കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് ഈ പറയപ്പെട്ട നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ ആധാരശില. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ അത് വിഷമല്ലേ? ആരും അങ്ങനെ പേടിക്കണ്ട. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നിയതമായ തോതിൽ മാത്രം, ഇഷ്ടം പോലെ വാരി എറിയല്ല ചെയ്യേണ്ടത്. ഇടേണ്ടടുത്ത് ഇടുക, ഇഷ്ടം പോലെ ജലസേചനം നടത്തുക. അങ്ങനെ അതായത് ക്വാണ്ടിറ്റി കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഇടുന്ന ഡിസ്റ്റൻസ് വരെ, ഒരു ക്രോപ്പിന്റെ ഇടുന്ന എവിടെ ഇടണം എന്നുണ്ട്, എന്തുമാത്രം ജലം വേണം, എന്തൊക്കെ കാലയളവിൽ ഇടണം, ഇങ്ങനെ ഒരുപാട് നിബന്ധന. ആ നിബന്ധനകൾ അനുസരിച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ അത് നമ്മൾ അലോപ്പതി മെഡിസിൻ കഴിക്കുന്നത് പോലെയാണ്. അലോപ്പതി മെഡിസിൻ കഴിച്ചാണ് നാം നമ്മുടെ ഒരുപാട് പേരുടെയും ജീവൻ നിലനിർത്തുന്നത്, പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടി എന്ന് പറഞ്ഞതുപോലെ. ആ അലോപ്പതി മെഡിസിന്റെ അതേ ഇമ്പാക്റ്റ് തന്നെയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൃഷിയിൽ നിന്ന് വരുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ പക്ഷേ ഇഷ്ടം പോലെ വെള്ളം വേണം. അത് നമ്മുടെ മന്ത്രിമാർക്കും ഒക്കെ അറിയാമോ എന്തോ? അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബ്രൂവറി എലപ്പുള്ളി പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ടില്ല. എലവഞ്ചേരി പഞ്ചായത്തിന്റെ ഒക്കെ കഥ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ വായിക്കണം. എലവഞ്ചേരി പഞ്ചായത്ത് 16 കോടിയുടെ കാർഷിക വിഭവങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം തന്നെ അവർ വിറ്റത്. അവർക്ക് വാല്യൂ അഡീഷനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയേനെ അവരുടെ റവന്യൂ.
അപ്പൊ അങ്ങനെയുള്ള കാർഷിക മേഖല, അവിടെ കെമിക്കൽ ഫെർട്ടിലൈസറിന് എന്ത് കൊടുത്തിരിക്കുന്നു? ഞാൻ പറഞ്ഞു 0.48% ആണ് ബജറ്റിന്റെ അകത്തുനിന്ന് അതിന് ചെലവാക്കിയിരിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ബജറ്റില് സബ്സിഡികൾ വെട്ടിക്കുറച്ചു. ഏതൊക്കെ സബ്സിഡികളാണ് വെട്ടിക്കുറച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫെർട്ടിലൈസർ സബ്സിഡി എങ്ങനെ വെട്ടിക്കുറച്ചു? 1,71,299 കോടിയാണ് ഈ വർഷം ഫെർട്ടിലൈസർ സബ്സിഡി ആയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന തുക. അതായത് 1,67,887 കോടിയാണ് ഈ വർഷം സബ്സിഡിക്ക് വേണ്ടി, ഫെർട്ടിലൈസർ സബ്സിഡിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അതേ സമയത്ത് കഴിഞ്ഞ വർഷം കൊടുത്തതോ 1,71,299 കോടി കഴിഞ്ഞ വർഷം കൊടുത്തത്. എന്ന് വെച്ചാൽ -1.99% വ്യത്യാസമാണ് ഈ വർഷം സബ്സിഡിക്ക് വേണ്ടി വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സബ്സിഡി വെട്ടിക്കുറച്ചു എന്നർത്ഥം. അപ്പോൾ ഓർമ്മിക്കുക, ആദ്യ ബജറ്റിൽ 2014-15 ആദ്യ ബജറ്റിൽ തന്നെ BJP ഗവൺമെന്റ് അവരുടെ രീതി, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എന്തായിരുന്നു അവർ വിളിച്ചു പറഞ്ഞ്? ഘട്ടം ഘട്ടമായി സബ്സിഡീസ് ഒക്കെ ഞങ്ങൾ വെട്ടിക്കുറച്ച് 0-ലെത്തിക്കും. അതേസമയത്ത് UPA ഗവൺമെന്റ് ഇതിനോട് ഇക്വലന്റ് ആയ ഒരു തീരുമാനം അറിയിച്ചിരുന്നു. UPA ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ സബ്സിഡികൾ ഞങ്ങൾ വെട്ടിക്കുറയ്ക്കും, പക്ഷേ അത് കാർഷിക GDPയുടെ 1.79% ആയിട്ട് നിജപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. GDPയുടെ 1.79% ആയിട്ട് നിജപ്പെടുത്തും, അതിന് ഉപരിയുള്ള സബ്സിഡികൾ വെട്ടിച്ചുരുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ രണ്ട് ഗവൺമെന്റും തമ്മിൽ കാർഷിക മേഖലയോടുള്ള അപ്രോച്ച് എത്ര വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. UPA ഗവൺമെന്റ് പറഞ്ഞു സബ്സിഡി എന്നും തുടരും, പക്ഷെ അതിന്റെ എമൗണ്ട് കുറയ്ക്കും. അതേ സമയത്ത് BJP ഗവൺമെന്റ് പറഞ്ഞു ഘട്ടം ഘട്ടമായി വെട്ടിക്കുറച്ച് 0 ആക്കും. പക്ഷെ നമ്മൾ ഓർക്കണം, BJP ഗവൺമെന്റ്, BJPയുടെ വക്താക്കളെ എല്ലാവരും ഓർക്കുക, WTO ഫോം ചെയ്തപ്പോൾ തന്നെ വച്ചിരിക്കുന്ന മാൻഡേറ്റ്സ്, WTO ആൻഡ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ആനി ക്രൂഗറിന്റെ ഒരു ബുക്കുണ്ട്, ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ എന്നും പറഞ്ഞു, WTO ആൻഡ് ഇറ്റ്സ് ആസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്, ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്, ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ കാർഷിക GDPയുടെ, എന്താണ് കാർഷിക GDP? കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന മൊത്തം ആഭ്യന്തര വരുമാനം, അതിൻ്റെ 10% വരെ സബ്സിഡി കൊടുക്കാം. സബ്സിഡി ഘട്ടം ഘട്ടമായിട്ട് വെട്ടിക്കുറച്ച് ഇല്ലാതെയാക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 10% വരെ സബ്സിഡി കൊടുക്കാം. ഏതിൻ്റെ 10% വരെ? അഗ്രികൾച്ചറൽ GDPയുടെ. ഞാൻ പറഞ്ഞല്ലോ, GDP എന്ന് പറയുന്നത് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, ഈ 3 മേഖലയിലെയും വാല്യൂ, ഉൽപ്പാദിപ്പിക്കപ്പെട്ട വാല്യൂ അതിൻ്റെ കൂട്ടിച്ചേർക്കുന്നതാണ് GDP എന്ന് പറയുന്നത്. അപ്പം കാർഷിക GDPയുടെ 10% വരെ ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ സബ്സിഡി കൊടുക്കാം. അത് വെട്ടിച്ചുരുക്കാൻ അല്ല WTO പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വികസിത രാജ്യങ്ങളുടെ അഗ്രികൾച്ചറൽ GDPയുടെ 5% വരെ അവർക്കും സബ്സിഡി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാർഷിക സബ്സിഡി ആഗോള തലത്തിൽ നിലനിൽക്കണം, എങ്കിൽ മാത്രമേ ആഗോള തലത്തിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റൂ എന്ന് WTOയിലെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും അറിയാം. അവരതിൽ സിഗ്നേറ്ററി ആണ് താനും. എന്നിട്ടാണ് നമ്മുടെ BJP ഗവൺമെന്റ് അഗ്രികൾച്ചറൽ സബ്സിഡി ഇങ്ങനെ വെട്ടിക്കുറയ്ക്കുന്ന, ഫെർട്ടിലൈസർ സബ്സിഡിയിൽ എന്തുമാത്രം കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? -1.99%, ഏകദേശം 2% വെട്ടിത്തിരുവത്തിൽ തന്നെയാണ്. 1.99 എന്ന് പറയുന്നത് ഏകദേശം 2 എന്ന് നമുക്ക് കൂട്ടാവുന്നതാണ്. അങ്ങനെ ഇനി ഫുഡ് സബ്സിഡിയോ? ഫുഡ് സബ്സിഡി പക്ഷേ അപ്പോൾ ഈ 1.99% ഫെർട്ടിലൈസർ സബ്സിഡി വെട്ടിക്കുറച്ചപ്പോൾ ഇന്ത്യ ഒന്ന് ഓർക്കണം. നമ്മൾ ഇന്ത്യയെ അസസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ ബജറ്റിനെ അസസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇന്ത്യ എങ്ങനത്തെ ഒരു രാജ്യം? ലോകത്തെ 1ാമത്തെ പോപ്പുലേഷൻ, 146 കോടിയിലധികം വരും. 145 കോടി എന്ന് UN പ്രഖ്യാപിച്ചത്, ലോകത്തെ 1ാമത്തെ പോപ്പുലേഷനായിട്ട് പ്രഖ്യാപിച്ചത് 2023 അപ്പോൾ 23 കഴിഞ്ഞ് ഇപ്പൊ 25 ആയപ്പോഴത്തേനും ഒരു 146 കോടിയിലൊക്കെ എത്തിക്കാണും. ഇന്ത്യയുടെ പോപ്പുലേഷൻ സെൻസസ് നടത്താറില്ലല്ലോ.
അപ്പോൾ സെൻസസ് കൃത്യമായിട്ട് നടത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ലോകത്തെ 1ാം പോപ്പുലേഷനാണ് ഇന്ത്യ. 145 കോടിയോ 146 കോടിയോ എത്രയാണെങ്കിലും അത്ര വലിയൊരു ജനതയെ പട്ടിണിയില്ലാതെ പോഷകാഹാര ദാരിദ്ര്യമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ ഈ കെമിക്കൽ ഫെർട്ടിലൈസറിലെ സബ്സിഡി വെട്ടിക്കുറച്ചത് അപകടകരമായ ഒരു ഫലമുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് ഫുഡ് സബ്സിഡിയെ പറ്റി നോക്കാം. ഫുഡ് സബ്സിഡി +3.03% ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഫുഡ് സബ്സിഡി. അതായത് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി വേറൊന്ന്, പെട്രോളിയം സബ്സിഡി 17% പെട്രോളിയം സബ്സിഡി വെട്ടിക്കുറച്ചിരിക്കുന്നത്. 17.68% വെട്ടിക്കുറച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പെട്രോളിയം സബ്സിഡി അങ്ങനെ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ്, ഈ ബജറ്റിന് മുൻപ് ആണ്, ഈ ഇലക്ഷന് മുമ്പാണ്, ലോക്സഭാ ഇലക്ഷന് മുമ്പാണ് ഈ ബജറ്റ് വന്നിരുന്നെങ്കിൽ ഈ ഇതുപോലെയുള്ള വെട്ടിക്കുറയ്ക്കൽ കാണില്ലായിരുന്നു. ഇപ്പോൾ ഈ വെട്ടിക്കുറയ്ക്കൽ വന്നപ്പോൾ, അതായത് സബ്സിഡിക്ക് വേണ്ടി ഫണ്ട് കൂടുതൽ വക കൊള്ളിക്കുമായിരുന്നു. അതുപോലെ നമുക്കറിയാമല്ലോ, പാചകവാതക സിലിണ്ടറിൻ്റെ, കമേഴ്ഷ്യൽ സിലിണ്ടറിൻ്റെയും പാചകവാതക, അതായത് കുക്കിംഗ് സിലിണ്ടറിൻ്റെയും ഡൊമസ്റ്റിക് കുക്കിംഗ് സിലിണ്ടറിൻ്റെയും ഒക്കെ വില ലോക്സഭ ഇലക്ഷന് മുൻപ് കുറച്ചിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ കുറച്ചതിനെ ഈ ബജറ്റിന് തൊട്ട് ശേഷം ഒരു ലോക്സഭ ഇലക്ഷൻ വരികയായിരുന്നെങ്കിൽ. വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റുകളുടെ തന്ത്രം. അതിനുവേണ്ടി എല്ലാം വാരിക്കോരി കൊടുക്കുന്നതായിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാം പിന്നെ വഞ്ചി പിന്നെയും തിരുനക്കര എന്ന് പറയുന്നത് പോലെ തന്നെ പഴയ അവസ്ഥയിലേക്ക് പോകും. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 17.68% കുറവാണ് പെട്രോളിയത്തിനുള്ള സബ്സിഡിയിൽ വരുത്തിയിരിക്കുന്നത്. അപ്പം അധികം താമസിയാതെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കാന്ന് വെച്ചാൽ വില വർദ്ധിപ്പിക്കുക എന്നർത്ഥം. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലയിൽ സബ്സിഡി ഐറ്റവും കൂടി ഉണ്ട്, എലിമെൻറ്റും കൂടി ഉണ്ട്. ആ സബ്സിഡി ഈ പറഞ്ഞ കണക്ക് വെട്ടിക്കുറയ്ക്കും. പല ഘട്ടങ്ങളിലായിട്ട് ഈ 17-18% വെട്ടിക്കുറവ് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും അതനുസരിച്ച് വീണ്ടും ഒരു പക്ഷേ 107, 110 എന്നൊക്കെ രീതിയിൽ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില ഉയർന്നു പോയാൽ നാം അത്ഭുതപ്പെടേണ്ട. അതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ സബ്സിഡിയിൽ വരുത്തിയിരിക്കുന്ന കട്ടിംഗ് ആയിട്ട് ബജറ്റ് രേഖപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർത്തിരിക്കുക. പിന്നെ വേറൊന്ന്, ഗ്രാമവികസനം, അതുപോലെയുണ്ട് വിദ്യാഭ്യാസവും ഹെൽത്തും ഞാൻ ഒന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ ഒന്നുകൂടെ പറയാം. വിദ്യാഭ്യാസത്തിന് സാധാരണ രീതിയിൽ ആ GDPയുടെ 6% മുതൽ മുകളിലേക്കാണ് ചൈന, അമേരിക്ക ഒക്കെ ചെലവഴിക്കുന്നത്. അപ്പോൾ ചൈനയുടെ കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ചൈന ടെക്നോളജിയിൽ വളർച്ച എങ്ങനെയാകണമെന്ന അമേരിക്കയേക്കാൾ ഉയർന്നു പറക്കാനായിട്ട് ആണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം എക്സ്പെൻഡിച്ചറാണ്, മൂലധന നിക്ഷേപമാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ അവർ നടത്തുന്നത്. അങ്ങനെ നടത്തുന്നത് കൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ചൈന ഒരു പക്ഷേ അമേരിക്കയേക്കാൾ ഉയർന്ന ടെക്നോളജി സമ്പുഷ്ട രാഷ്ട്രമായി മാറിയേക്കാം. അപ്പോൾ അങ്ങനെ ചെലവഴിക്കുന്നു. അതുപോലെ അമേരിക്കയും അതുപോലെ 6% കൂടുതൽ GDPയുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ് അവരും ഇതുപോലെ ഒന്നാമത് നിൽക്കുന്നത്. ടെക്നോളജിയുടെ വികസനത്തിൽ നാളിതുവരെ അമേരിക്ക 1ാം സ്ഥാനത്താണ്. അമേരിക്ക കടത്തിവെട്ടാനുള്ള ചൈനയുടെ താല്പര്യത്തെ സപ്രസ് ചെയ്ത് നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ എഡ്യൂക്കേഷന് ഊന്നൽ കൊടുക്കേണ്ട ഇനി വരുന്ന നാളുകൾ ഓർക്കണം. AI യുഗമാണ്. നിങ്ങൾ ആ ബജറ്റ് സ്പീച്ച് എടുത്തു നോക്കുക. ബജറ്റ് അറ്റ് ഗ്ലാൻസിൽ തന്നെയുണ്ട്. AI വികസനത്തിന് 500 കോടി രൂപയാണ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഞാൻ പറഞ്ഞത്. AI പോലെയുള്ള ഒരു മേഖലയുടെ വികസനത്തിന് വേണ്ടി 500 കോടി രൂപ ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ AI ഡീപ്സീക്ക് ചൈന ഇപ്പോൾ വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവർ പെരുമ്പറ മുടക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതായത് ഞങ്ങൾ അമേരിക്കയുടെ ഒപ്പമാകാൻ പോകുന്നു AI കാര്യത്തിൽ എന്ന് പറഞ്ഞാണ് ഇവർ പെരുമ്പറയടിക്കുന്നത്. അപ്പം നമ്മൾ 500 കോടി രൂപയും വകയിരുത്തി AI, ശരിയാണ്, ഇവിടുത്തെ വളരെ മിടുക്കരായ മക്കൾ അമേരിക്കയിലും ഒക്കെ, പ്രത്യേകിച്ചും അമേരിക്കയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതായത് അവരൊക്കെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനോട് കൂറ് പുലർത്തുന്നതുമാണ്. ട്രംപിൻ്റെ
ഈ പിന്നെ ഡംപ് അധികം ഇന്ത്യയോട് കാണിക്കാത്തതും അത്തരം മിടുമിടുക്കർ അമേരിക്കയിൽ ഇന്ത്യയെ പിന്താങ്ങുന്നവരായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തായാലും എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? എഡ്യൂക്കേഷന് വേണ്ടി GDP-യുടെ 0.36%. നാണം കെട്ട ചെലവഴിക്കൽ. ഇത് വായിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ചൈനയുടെ ബജറ്റ് എടുത്ത് നോക്കുക. കഴിഞ്ഞ ഈ വർഷത്തെ ബജറ്റ് അവർ അവതരിപ്പിച്ചോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ എത്രയാ എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണേന്ന് നോക്കുക, അല്ലെങ്കിൽ അമേരിക്കയുടെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയുടെ എടുത്ത് നോക്കുക. അവരൊന്നും ഇതുപോലെ ചെയ്യില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യ മേഖല കൊണ്ട് പറ്റുന്നുള്ളൂ വളരട്ടെ. അതല്ലാതെ സർക്കാർ ചെലവില് ബുദ്ധിമാന്മാർ പാവങ്ങളാണെങ്കിൽ ബുദ്ധിമാന്മാരായിട്ട് വളരണ്ട, പാവങ്ങളായിട്ട് തന്നെ കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ടാണ് ഇത്ര മോശം വകയിരുത്തൽ വിദ്യാഭ്യാസത്തിന് വകയിരുത്തിയിരിക്കുന്നത്. പക്ഷെ ഈ 0.36% എന്ന് പറയുമ്പോഴും അത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 12% ഉണ്ട് കേട്ടോ. അതായത് മൊത്തം ചെലവിന്റെ 12% ഉണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. GDP-യുടെ എത്ര. ഇനി അതുപോലെ നമുക്ക് ആരോഗ്യത്തിലേക്ക് ഒന്ന് നോക്കാം. ആരോഗ്യ നയം, അതായത് നാഷണൽ ഹെൽത്ത് പോളിസി 2017, അത് BJP ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന ഹെൽത്ത് പോളിസിയാണ്. ആ പോളിസി അടിവരയിടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് 2020 തൊട്ട് അങ്ങോട്ട് എങ്ങനെ ചെലവഴിക്കണം, GDP-യുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം എന്നാണ് അടിവരയിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ എത്രയാണ് സുഹൃത്തുക്കളെ മാറ്റിവെച്ചിരിക്കുന്നത്? GDP-യുടെ ഹെൽത്തിന് 0.27%. കഴിഞ്ഞ ബജറ്റിലും നിർമ്മല സീതാരാമൻ ജൂലൈയിൽ അവതരിപ്പിച്ച ബജറ്റിലും 0.27 ആയിരുന്നു. ഇപ്പോഴത്തെ ബജറ്റിലും 0.27 ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 0.27 മാറ്റിവെച്ചാൽ 2% ആകുമോ? അങ്ങനെ ആരോഗ്യ മേഖല ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യയിലെ ആരോഗ്യ മേഖല എന്തോ ഒരു സങ്കടകരമായ അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് അറിയാമോ? അവിടെ നമുക്ക് വേറെ എന്തിനാ എക്സാമ്പിൾസ് തിരഞ്ഞു പോകുന്നത്? കോവിഡ് കാലത്ത് നദികളിലൂടെ ഒഴുകി നടന്ന ഡെഡ് ബോഡീസ് മാത്രം ഓർത്താൽ മതി. നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ സൗകര്യം പോലും ഇല്ലാത്ത നോർത്ത് ഇന്ത്യയിലെ പല ദേശങ്ങളും മരിച്ച ഡെഡ് ബോഡീസിനെ എടുത്തോണ്ട്, അതായത് കോവിഡ് കാലത്തല്ല, അല്ലാത്തപ്പോൾ പോലും മരിച്ച ഡെഡ് ബോഡി, ഭാര്യയുടെ ഡെഡ് ബോഡി തോളത്തിട്ട് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഭർത്താവ്, അങ്ങനെ എന്തെന്ത് കഥകളാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് TV ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ആയിട്ട് കാണുന്നത്. അത്ര വലിയ ഒരു ദുരവസ്ഥ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഒന്നാമത്തെ പോപ്പുലേഷൻ രാഷ്ട്രമായ ഇന്ത്യ, ആ ഇന്ത്യയിലാണ് 0.27% ആരോഗ്യ മേഖലയിൽ. എന്നിട്ട് എപ്പോഴും മുഖം എനിക്ക് പ്രസംഗിക്കുക, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കുറിച്ചിടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരും പിണങ്ങരുത് കേട്ടോ എന്നോട്. അതായത് ഞാൻ കുറിച്ചിടുന്ന ഇക്വേഷൻ നരേന്ദ്രമോദി മൈനസ് ജയ്ശങ്കർ = സവർക്കർ. എനിക്ക് സവർക്കറിനോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നരേന്ദ്രമോദി സവർക്കറിന് പഠിക്കുന്നു, സവർക്കറിന് പഠിച്ചാണ് അദ്ദേഹം വലുതായത്. അങ്ങനെ സവർക്കറായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ ഈ ബജറ്റ് അനാലിസിസ് നടത്താൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടുന്നാണോ കേന്ദ്ര ഗവൺമെന്റിലുള്ളവരും ബജറ്റ് വിശാരദരും ഒക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കുന്നത്? 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക. ഇപ്പൊ നമുക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പത്രം മാത്രമല്ല, ഒരുപാട് അപ്പോൾ തന്നെ തത്സമയം നമ്മുടെ മുന്നിലെത്തുകയാണ് ഈ ഡെഡ് ബോഡീസ് പുഴയിൽ ഒഴുകി നടക്കുന്നു. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ് ഗവൺമെന്റ്? അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇക്വേഷൻ ഫിറ്റ് ചെയ്തത്? ജയ്ശങ്കർ മിടുക്കനായ ഒരു IAS ഓഫീസറായിരുന്നു, വിവിധ രാജ്യങ്ങളിലെ അംബാസഡറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ നൈപുണ്യാണ് നരേന്ദ്രമോദിയുടെ അത്രയും ഉയർച്ച, ശ്രേയസ്കരമായ രീതിയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഏത് രാജ്യത്ത് പോകുമ്പോൾ അവർക്ക് എന്താ വേണ്ടത്, അവിടെ എന്താ ചെയ്യേണ്ടത്, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ലോകത്തെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട്
കഴിയുന്നത് എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തെ ഇകഴ്ത്തി പറയാൻ വേണ്ടിയല്ല, പക്ഷെ ഈ ബജറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞതുപോലെ പല നിയമങ്ങളും ഉണ്ടാക്കിയേക്കാം, പക്ഷെ ആ നിയമങ്ങളൊന്നും നിലം തൊടുന്നില്ല, അതിൻ്റെ ഒന്നും പ്രയോജനം ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയാതെ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ കൂട്ടത്തിലല്ലേ തോമസ് പിക്കറ്റിയും 2 ഇന്ത്യക്കാരും 2 ഫ്രഞ്ചുകാരും കൂടെ ചേർന്ന് ഇന്ത്യൻ ഇക്കോണമിയുടെ അസമത്വ വളർച്ച 1921 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിലെ അസമത്വം പഠിച്ച് ഏറ്റവും അസമത്വം വളർന്ന വർഷങ്ങളാണ് 2014-നും 2023-നും ഇടയ്ക്കുള്ളത് എന്ന് ആ പുസ്തകം ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പുസ്തകം എനിക്കിപ്പോൾ എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് കാണിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഇനീക്വാളിറ്റിയെ പറ്റി, ഇനീക്വാളിറ്റിയുടെ വളർച്ച എത്ര ബീഭത്സമായിട്ടാണ് ഇന്ത്യയിൽ ഇനീക്വാളിറ്റി വളർന്നത് ഈ കഴിഞ്ഞ 14 വർഷം. അതിന് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. 2010 പിന്നെ ആഗോള ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ 40ാം സ്ഥാനത്തായിരുന്നു. ഈ 2023 നമ്മൾ 111ാം സ്ഥാനത്തേക്ക്, 116 രാജ്യങ്ങളുടെ പട്ടികയിൽ 111ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി എന്ന് ഓർക്കണം. അതാണ് ഇവിടുത്തെ അസമത്വം. എന്നിട്ടാണ് ഈ ആരോഗ്യ മേഖലയ്ക്ക് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കൊക്കെ ഇത്ര നക്കാപ്പീച്ച ബജറ്റിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഞാൻ പറയുന്നത് ഇത് വികസനം. അതായത് എന്താ പറയുന്നത്, നമ്മൾ 2047 ആകുമ്പോഴത്തേക്കും വികസിത ഭാരതമാകും എന്നാണ് എല്ലായ്പ്പോഴും എല്ലാ വേദികളിലും ഇവരൊക്കെ പ്രസംഗിക്കുന്നത്. ഈ തരത്തിൽ പോയാൽ എങ്ങനെ വികസിത ഭാരതമാകും എന്ന ചോദ്യമാണ് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്. ഇനി അതുപോലെ വേറെ നമുക്ക് നോക്കാം. ഗ്രാമവികസനത്തിന് ബജറ്റിന്റെ 0.74% ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഗ്രാമവികസനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായല്ലോ, കാർഷിക മേഖലയുടെ വികസനം പൂർണ്ണമായിട്ടും അതിലും ഉപരി കുറച്ചുകൂടി എക്സ്റ്റൻഡഡ് ആണ് ഗ്രാമവികസനം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി 0.74% മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി നോക്കുക, സാമൂഹ്യ വികസനം 0.16% ആണ് GDPയുടെ. 0.1% എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 16 ഉള്ളത് കൊണ്ട് 0.2% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് പിന്നെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതൊരു ജിമ്മിക്സ് ആണ്. അതായത് ഈ സാമൂഹ്യ വികസനം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഫണ്ട് എത്രയാണ്? 0.16% ഓഫ് GDP. ഈ ഫണ്ട് ആണ് റവന്യൂ ഡെഫിസിറ്റിൽ നിന്ന് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിലേക്ക് എത്താൻ വേണ്ടി വെട്ടിച്ചുരുക്കുന്നത്. അങ്ങനെയാണ് ഇഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ജിമ്മിക്സ് ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ സാമൂഹ്യ വികസനത്തെ പറ്റി പറയുന്നു, ഗ്രാമവികസനത്തെ പറ്റി പറയുന്നു. ഈ വികസനത്തിൻ്റെ ഒക്കെ കൂടെയല്ലേ, കാർഷിക മേഖലയുടെയും ഒക്കെ കൂടെയല്ലേ ഈ മനുഷ്യ വന്യമൃഗ സംഘർഷം ഉടലെടുക്കുന്ന പ്രദേശങ്ങളൊക്കെ കിടക്കുന്നത്? ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഒട്ടുമിക്ക ജില്ലകൾക്കും, അതായത് നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കേസ് തന്നെ എടുക്കുക, അതായത് ഈ പശ്ചിമഘട്ട നിരകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു വലിയ പരിധി വരെ മനുഷ്യ വന്യമൃഗ സംഘർഷമുണ്ട്. അതായത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരുന്നു, കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യരെ കൊല്ലുന്നു, അങ്ങനെയൊക്കെ. അത് വന്യമൃഗങ്ങളെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല. അതായത് മനുഷ്യരുടെ കടന്നുകയറ്റം മൂലം വനത്തിൻ്റെ വന അവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇവയ്ക്കുള്ള കാടും മേടും ഒക്കെ വെട്ടി നാശമാക്കി, വെള്ളമൊക്കെ കുറഞ്ഞു, മഴയും കുറഞ്ഞു, അങ്ങനെ അവയ്ക്ക് കുടിക്കാൻ ജലമില്ല, തിന്നാൻ തീറ്റിയൊന്നുമില്ല. അത്തരം ഒരു ദുരവസ്ഥ വനത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ്റെ എൻക്രോച്ച്മെന്റ് കാരണം കൊണ്ട്. അപ്പം തീർച്ചയായിട്ടും പണ്ട് മുതലേ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ക്രമേണ മൃഗങ്ങൾ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ വലിയ സംഘർഷാവസ്ഥയിൽ ഈ അടുത്ത നാളിൽ തന്നെ കേരളത്തിൽ എന്തുമാത്രം കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായത്, എത്ര മനുഷ്യർ മരിച്ചു, എത്ര മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല, പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന എല്ലായിടത്തുമുണ്ട്. അതിനപ്പുറം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമുണ്ട്.
അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യവും കൂടി ഈ കൂട്ടത്തിൽ പറയാം. തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടിയാണ് ഈ വർഷം മാറ്റി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും 86,000 കോടിയായിരുന്നു, അതിൻ്റെ അങ്ങേ വർഷവും 86,000 കോടിയായിരുന്നു. പക്ഷേ 86,000 കോടി മാറ്റിവെച്ച 2022-23 1,05,000 കോടി വരെ ഗവൺമെന്റ് ചെലവഴിക്കേണ്ടി വന്നു. അതിൽ നിന്നൊക്കെ ഒരു പാഠം പഠിച്ച്, അതായത് ഇന്ന് നമ്മുടെ ഈ ബജറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അതിനു മുൻപ് 2, 3, 4, 5 മാസങ്ങൾക്ക് അപ്പുറം തന്നെ, അതായത് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന, ഫൈനൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ആ സമയത്തും ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരുന്ന 3 പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രതിസന്ധി തൊഴിലില്ലായ്മ, രണ്ടാമത്തെ പ്രതിസന്ധി വിലക്കയറ്റം, മൂന്നാമത്തെ പ്രതിസന്ധി അസമത്വ വളർച്ച. ഈ 3 പ്രതിസന്ധികളും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു ബജറ്റിലാണ്, അതായത് അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മയാണ് ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ തൊഴിലില്ലായ്മ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഇന്ത്യയിലാണ്, അതായത് അസമത്വം വർദ്ധിക്കുന്ന ഇന്ത്യയിലാണ് ഇതിന് രണ്ടിനും ഒരു പരിധി വരെ പരിഹാരമാകുമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക് ഫണ്ട് കൂട്ടിയിരുന്നെങ്കിൽ. അതായത് അവിടെ ഫണ്ട് കൂട്ടിയാൽ മാത്രമല്ല, ഞാനൊക്കെ സജഷൻ കൊടുത്തതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 2 തരത്തിൽ ഞാൻ സജഷൻ കൊടുത്തിട്ടുണ്ട്, 2 വേദികളിലൂടെ. ഒന്ന് പ്രൊഫസർ KV തോമസിന്റെ പ്രീ ബജറ്റ് ഡിസ്കഷൻ വഴിയായിട്ട്, 2 ഞാൻ നേരിട്ട്. അങ്ങനെ 2 തരത്തിലൂടെ സജഷൻസ് കൊടുത്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. അതായത് ഞാൻ കൊടുത്ത സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ അതിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 90% ഫണ്ടിങ് കേന്ദ്രമാണ്, 10% ഫണ്ടിങ് സംസ്ഥാനമാണ്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ ശമ്പളം ഇപ്പം 330 രൂപയാണ്, അത് 400 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക. ഈ അസമത്വം പിന്നെ ഇത് കുറയ്ക്കാനുള്ള ഒരു മാർഗം. അതുപോലെ തന്നെ തൊഴിൽ ദിനങ്ങൾ 100 എന്നുള്ളത് 200 ആക്കി വർദ്ധിപ്പിക്കുക. അപ്പൊ 200 ദിവസം തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന അത്ര പേർക്ക് കൊടുക്കുക. അവരുടെ ശമ്പളം 400 രൂപയാക്കി വർദ്ധിപ്പിക്കുക. ഇത് ചെയ്താൽ തൊഴിലില്ലായ്മയ്ക്കും ഒരു പരിധി വരെ, അതുകൊണ്ടൊന്നും തീരുന്ന തൊഴിലില്ലായ്മയല്ല ഇന്ത്യയിലുള്ളത്. ILO പറഞ്ഞിരിക്കുന്ന 82.08% തൊഴിലില്ലായ്മ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനിതൊന്നും പ്രതിവിധിയല്ല. പക്ഷേ ഇത് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടെങ്കിലും ഈ തരത്തില് ഇവരെ ഒന്ന് സഹായിച്ചു കളയാം എന്ന് ഗവൺമെന്റ് തീർച്ചയായിട്ടും വിചാരിക്കേണ്ടതായിരുന്നു. അങ്ങനെ അത് സ്ത്രീകൾക്കാണ് തൊഴിൽ കിട്ടുന്നത്. സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടിയാലുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവിടുത്തെ കുടുംബശ്രീയിൽ നിന്ന് ഇന്ത്യ മുഴുവനും, ലോകം മുഴുവനും പഠിച്ചിട്ടുണ്ട്. എന്താണ്? അവരുടെ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുക. അതല്ലാതെ അവർ കള്ളുഷാപ്പിൽ പോവുകയോ ഏതെങ്കിലും തരത്തിലെ അനാവശ്യ കാര്യങ്ങൾക്കായി അത് ചെലവഴിക്കുകയോ ചെയ്യില്ല. സ്വന്തം കുടുംബത്തിന്റെ ക്ഷേമത്തിനാണ് ഒരു സ്ത്രീയുടെ കയ്യിലെത്തുന്ന ഏതു പൈസയും ചെലവഴിക്കുക. അതെങ്കിലും മനസ്സിൽ ഓർത്തിരുന്നെങ്കിൽ ഈ വിലക്കയറ്റവും അസമത്വവും തൊഴിലില്ലായ്മ 3നും ഒരു പരിധി വരെ സഹായം ചെയ്യാൻ പറ്റുന്ന, കുറയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കാളൻസ് നെല്ലായി പോലെയുള്ള ഒരു ഔഷധമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നമ്പർ ഓഫ് ഡേയ്സ് വർദ്ധിപ്പിക്കുക, കൂലി വർദ്ധിപ്പിക്കുക. ഇത് രണ്ടും ചെയ്ത. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? കഴിഞ്ഞ 3 വർഷങ്ങളിലും ഒരേപോലെ 86,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആവശ്യം വന്നാൽ ഇതിനേക്കാൾ കൂട്ടുമായിരുന്നു. പക്ഷെ ആവശ്യം വന്ന് കൂട്ടുന്നതിനേക്കാളും തീർച്ചയായിട്ടും തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മേഖലയാണിത്. അതും നിർമ്മല സീതാരാമനെ പോലൊരു വനിതാ ഫിനാൻസ് മിനിസ്റ്റർ ഈ തരത്തിൽ സങ്കുചിതമായിട്ട് ചിന്തിച്ചു, അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിച്ചില്ല എന്നതിലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇന്ത്യയെ നന്നായി അറിയുന്ന ഒരു വനിത എന്ന രീതിയിൽ അവര് തീർച്ചയായിട്ടും ഈ തരത്തിൽ ചിന്തിക്കേണ്ടതായിരുന്നു. അങ്ങനെ തന്നെ ബജറ്റിൽ നല്ല രീതിയിൽ അതിനുവേണ്ടി കൂടുതൽ, അതായത് ഒരു 1.5 ലക്ഷം കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും അതൊരു ഒറ്റ പൈസ പോലും നഷ്ടമാകുന്ന കേസ് ആയിരുന്നില്ല. പക്ഷെ അതിന് മനസ്സ് വന്നിട്ടില്ല, കാണിച്ചിട്ടില്ല. ഇനി അത്യാവശ്യമായിട്ട് എനിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്, ഏത് മറന്നാലും അവർ, അതായത് പിന്നെ പ്രതിപക്ഷം എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് 24 ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് ലീഗലൈസ് ചെയ്യണം എന്ന് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇനി എവിടെയെങ്കിലും ബജറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ്, എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് എന്നോട്, ഞാൻ ഒരു യാത്രയിലായിരുന്നപ്പോൾ ഒരു യാത്രക്കാരൻ, ഒരു സഹയാത്രക്കാരൻ എന്നോട് ചോദിച്ചു. പക്ഷേ ഈ സഹയാത്രക്കാരൻ ഒരു നിസാരനല്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് അത്യാവശ്യമായിട്ടും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു അദ്ദേഹത്തിന്. അത് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സംശയം എന്തായിരുന്നു എന്നാണ് ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം CET, അതായത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ തിരുവനന്തപുരത്ത് പഠിച്ച് ഡിഗ്രി എടുത്തു, BTech എടുത്തു. അതും കഴിഞ്ഞ് സൂറത്കൽ NIT-യിൽ നിന്ന് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ MTech ചെയ്ത ഒരു മഹാരഥനാണ്. അപ്പോൾ അദ്ദേഹം മോശക്കാരനല്ല. ഇപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാം, അദ്ദേഹത്തിൻ്റെ കാർഡും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാത്തത് കാരണം കൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. എന്നോട് ചോദിച്ചു ആദ്യം, എന്തിനാണ് ഈ MSP വെച്ചിരിക്കുന്നത്, ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, MS സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാർഷിക വിളകൾക്കും മുഴുവൻ ഉൽപ്പന്നത്തിനും, ഇല്ലെങ്കിൽ വലിയ കർഷകരാണെങ്കിൽ അവരുടെ പരിധി വിട്ട് ഉള്ളതിന് വേണമെങ്കിൽ MSP കൊടുക്കാതിരിക്കാം. പക്ഷേ താഴ്ന്ന കച്ചവടക്കാർക്ക്, അല്ലെ കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഐറ്റത്തിന്, അവരുടെ വീട്ടിലെ ഉപഭോഗത്തിനായിട്ട് മാറ്റി വയ്ക്കുന്നതിന് പോലും MSP കൊടുക്കണം എന്നാണ് സ്വാമിനാഥൻ്റെ റിപ്പോർട്ടിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അതായത് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, കൊടുക്കുന്നത് സർക്കാർ നേരിട്ടാണ്. അപ്പം നമുക്കറിയാം നെല്ലിൻ്റെ സപ്പോർട്ട് പ്രൈസ്, പാരിയുടെ സപ്പോർട്ട് പ്രൈസ്, ആ സപ്പോർട്ട് പ്രൈസ് ഇവിടെ പാരി റെസീറ്റ് ഷീറ്റായിട്ടൊക്കെയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ തകഴിയിൽ കഴിഞ്ഞ വർഷം മരിച്ച ആൾ, അത് എത്ര പേര് കേരളത്തിൽ തന്നെ അത് സമയത്ത് ഗവൺമെൻറ് കൊടുക്കാത്തത് കൊണ്ട് മരിക്കുന്നു. പക്ഷേ സാധാരണ രീതിയിൽ ഈ പറയപ്പെട്ട മിനിമം സപ്പോർട്ട് പ്രൈസ് കേരളത്തിൽ നെല്ലിനും തേങ്ങയ്ക്കും മാത്രമേ ഉള്ളൂ, കൊപ്രയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 എണ്ണമേ ഉള്ളൂ എങ്കിൽ പോലും ഈ 2 എണ്ണത്തിന് പോലും സമയത്ത് മിനിമം സപ്പോർട്ട് പ്രൈസ് ഗവൺമെൻറ് കൊടുക്കാറില്ല. എത്രയോ വർഷങ്ങളായിട്ട് LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ശീലമൊക്കെ അങ്ങ് മാറിപ്പോയി. അതിനു മുൻപ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്രയില്ലായിരുന്നു. അപ്പോൾ എന്താണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ്? എന്ത് ഉൽപ്പാദിപ്പിച്ചോ ആ ഉൽപ്പാദനത്തിന് ഒരു വില നിശ്ചയിക്കുക. സാധാരണ രീതിയിൽ ഓരോ വർഷവും വില വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ള ആ രീതി കണക്കിലെടുത്ത് ഒരു ഉയർന്ന വില നിശ്ചയിച്ച് ആ ഫണ്ട് വലിയ ഭാഗവും കേന്ദ്രമാണ് ചെലവഴിക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്നതിനോട് ചേർത്ത് സംസ്ഥാനത്തിൻ്റെ വിഹിതവും കൂടി ചേർത്താണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ മുഴുവൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്നത്തിനും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഇത് പഞ്ചാബിലും അതുപോലെ അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്തേണ്ടതല്ല. അതൊക്കെ ജനങ്ങളുടെ പിടിപ്പുകേട്, സംസ്ഥാന ഭരണകൂടങ്ങളുടെ പിടിപ്പുകേട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന, ഇതെല്ലാം കൊണ്ടാണ് അതിങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചില ജില്ലകളിൽ, ചില സംസ്ഥാനങ്ങളിൽ മാത്രമാകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു കഥ ചുരുളഴിക്കുന്നത്. എന്താണ്? അദ്ദേഹം കുറച്ച് നാൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് തക്കാളി കൃഷിക്കാരെയാണ്. തക്കാളി കൃഷി ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ടേം ഉണ്ട്, ആ ടേം ഞാൻ മറന്നുപോയി. ഒരു 5-6 കിലോ കൊള്ളുന്ന ഒരു കൂട എന്ന് നമുക്ക് കണക്കിലെടുക്കാം. 5-6 കിലോ കാണും ആ ഒരു കൂടയ്ക്കകത്ത്. ഒരു കൂടയ്ക്ക് 25 പൈസ, 6 കിലോയൊക്കെ ഉള്ള ഒരു കൂടയ്ക്ക് 25 പൈസയാണ് കർഷകന് കിട്ടുന്നത്. MSP ആണെങ്കിൽ നേരെ കർഷകനാണ് വില കിട്ടുന്നതെന്ന് ഓർക്കണം, ഫിക്സ് ചെയ്തിരിക്കുന്ന വില. ഇവിടെ അങ്ങനെയൊന്നുമില്ല, തക്കാളിക്കില്ല. ഈ 24 ഉൽപ്പന്നങ്ങളുടെ കൂടെ തക്കാളി ഇല്ല. അതുകൊണ്ടാണ് തക്കാളിക്ക് വില കിട്ടാത്തത്. അപ്പോൾ 25 പൈസയാണത്രേ ഈ 6 കിലോ കൊള്ളുന്ന ഒരു കൂട ഫ്രഷ് തക്കാളി അതേന്ന് പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. അത് ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത്, അതായത് ഈ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിയാണ് ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലം. അവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ 5 രൂപ വില കൊടുത്താൽ കിട്ടും ഈ ഒരു കൂട തക്കാളി. 5-6 രൂപ എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് 1 രൂപ വില കൊടുത്താൽ മതി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ തക്കാളി കേരളത്തിലെത്തി എൻ്റെയും നിങ്ങളുടെയും അടുക്കളയിൽ എത്തുമ്പോഴേക്കും എത്ര രൂപയാകും? ഒരു 30 രൂപയിലൊക്കെ കുറഞ്ഞ് തക്കാളി കിട്ടുന്ന ഏതെങ്കിലും ഒരു സീസൺ എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ഇങ്ങനെ MSP കൊടുത്ത് വ്യാപാരികളെയും വ്യവസായികളെയും പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പം ഞാൻ പറഞ്ഞു, അല്ല, അങ്ങനെയല്ല. MS സ്വാമിനാഥൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും സർക്കാർ കൊടുക്കുന്നതും
കർഷകർക്ക് നേരിട്ടാണ്. അപ്പം അവിടെ ഇടനിലക്കാരനില്ല. ഇടനിലക്കാരനെ അവോയ്ഡ് ചെയ്യാൻ, ഇല്ലാതെയാക്കി കർഷകന് നേരിട്ട് കൊടുക്കാനാണ് സ്വാമിനാഥൻ അങ്ങനെ റെക്കമെൻഡേഷൻ നടത്തിയതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. അപ്പം ഞാൻ അദ്ദേഹത്തോട് കേരളത്തിലെ പാഡി റെസീറ്റ് ഷീറ്റ്, അതൊക്കെ ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പാഡി റെസീറ്റ് ഷീറ്റ് എന്നുള്ള ഒരു റെസീറ്റ് കൊടുക്കുന്നു. ഈ റെസീറ്റ് കൊണ്ട് കർഷകൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് വായ്പ കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആ രീതിയിൽ ഞാൻ അതിനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഓർമ്മ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്ന നമ്മുടെ കേരളം, ഇല്ല നമ്മുടെ ഇന്ത്യ കാർഷികമായിട്ട് എന്തായിരിക്കും ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്? കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടിടത്ത് ഊന്നൽ കൊടുക്കുന്നില്ല, കർഷകനെ ചേർത്ത് നിർത്തുന്നില്ല. കുട്ടനാട്ടിലെ കർഷകര് ഈ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് സങ്കടം പറഞ്ഞു. അവരെന്തുമാത്രം ആവലാതിയും വേവലാതിയും കഷ്ടപ്പാടും കഴിച്ച് കൃഷിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. പാലക്കാട് ഞാൻ ഡേറ്റ കളക്ഷന് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നു 60 കഴിഞ്ഞവരെ ഇപ്പോൾ കൃഷിയിലുള്ളൂ, അല്ലാത്തവരാരും വരുന്നില്ലെന്ന്. അപ്പോഴാണ് എലവഞ്ചേരി പഞ്ചായത്തിൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു കാർഷിക വിപ്ലവം തന്നെ എലവഞ്ചേരി പഞ്ചായത്തിൽ സൃഷ്ടിക്കുന്നു എന്ന് കേട്ടത്. അങ്ങനെ കേട്ടപ്പോഴും എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പൊ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടാകണമെങ്കിൽ, കാർഷിക റെവല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ MSB എല്ലാവർക്കും, കേരളത്തിൽ ഒത്തിരി ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഈ എല്ലാ ക്രോപ്സിനും MSP കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ MSP വഴിയായിട്ട് ആ ക്രോപ്പുകളൊക്കെ വളരും. അത് കഴിഞ്ഞ് വാല്യൂ അഡീഷൻ, നമുക്ക് ലോക വിപണി പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെയൊക്കെ മൂല്യാധിഷ്ഠിതമായ നമ്മുടെ സ്പൈസസ് ഒക്കെ ആഗോള തലത്തിൽ എന്തുമാത്രം ഇഷ്ടപ്പെടുന്ന, ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ്. അതൊക്കെ മറ്റുള്ളവരാണ് പ്രയോജനപ്പെടുത്തുന്നത്. മലയാളിയെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയേണ്ടി വന്നു പോവുകയാണ്. കാരണം 40 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെയുള്ളവർ അയ്യോ തൊഴിലില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിട്ടു പോകുന്നു. എന്തൊരു മോശമായ, ലജ്ജാകരമായ ഒരു സിറ്റുവേഷനാണ്. ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ലോക വിപണി മുഴുവനും കാൽക്കീഴിലാക്കാൻ മലയാളിക്ക് കഴിയുമെന്നിരിക്കുകയാണ് ഇത്. ബജറ്റ് ആണെങ്കിലും ഇതൊന്നും കണ്ടതായിട്ട് നടിക്കുന്നില്ല. അപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും ഇങ്ങനെയുള്ള സർഗശക്തിയോ ചിന്താശീലമോ ഒന്നുമില്ല. അവർ ജനങ്ങൾക്ക് വേണ്ടിയല്ല ചിന്തിക്കുന്നത്. അവനവൻ്റെ പോക്കറ്റിൽ എന്ത് വരും, അവനവൻ്റെ സുഖവും സന്തോഷവും എല്ലാവരും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ 12 ലക്ഷം വരെയുള്ളവരുടെ ഇൻകം ടാക്സ് റിലാക്സേഷനെ പറ്റിയാണ്. 12 ലക്ഷം വരെ ഇൻകം ടാക്സ് കൊടുക്കാതെ പോകാമെന്ന്. 12 ലക്ഷത്തിനേക്കും മുകളില് വരുമാനമുള്ളവർ 12 ലക്ഷം വരെ ഇൻകം ടാക്സിൽ നിന്ന് മുക്തി കിട്ടി സന്തോഷത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു ജനതയായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മേക്കാൾ താഴെയുള്ള വരുമാനക്കാർക്ക് അവരുടെ കണ്ണീര് ആരൊപ്പും, അവർക്ക് വേണ്ടി ആര് നിലകൊള്ളും, അവരെ എങ്ങനെ നമുക്ക് നമ്മുടെ ഒപ്പം എത്തിക്കാം, അങ്ങനെ ചിന്തിക്കുകയാണ് രാഷ്ട്രീയ നിർമ്മാതാക്കളായിട്ടുള്ള രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ചെയ്യണം, അവരോടൊപ്പം നമ്മളും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സഹജീവികളെ നമ്മുടെ ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വന്യജീവി, അവയും നമ്മുടെ സഹജീവികളാണ്. അവയ്ക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതിനുള്ള അലവൻസ് അവർക്കും കൊടുക്കണം, സൗകര്യം അവർക്കും ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാറുള്ളത്, എപ്പോഴും പറയാറുള്ളത്, തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് വനം സൃഷ്ടിക്കണം. എങ്ങനെ? വനത്തിനുള്ളിൽ വനം സൃഷ്ടിക്കുക. അതായത് അവിടെ ജലം കിട്ടത്തക്ക ഒരു സ്ഥിതി, അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള, അതായത് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും ഡോക്ടർ തോമസ് ഐസക് 2016-17 ബജറ്റിൽ പറഞ്ഞിരുന്നു 1 ലക്ഷം മുളം തൈകൾ വച്ചു പിടിപ്പിക്കുമെന്ന്. അങ്ങനെ 1 ലക്ഷം മുളം തൈകൾ അന്ന് അദ്ദേഹം വെച്ചു പിടിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കാട്ടാനശല്യം ഉണ്ടാവില്ലായിരുന്നു. ആനയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭോജ്യമാണ് ബാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഇനിയും ബജറ്റ് ഒത്തിരി ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ഒത്തിരി കിടക്കുന്നു എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട, സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തൽക്കാലം ബജറ്റിനോട് വിട പറയുന്നു. താങ്ക് യു.